അങ്ങാടി കാണാൻ കണ്ണാടി വേണ്ട. പൊതുസ്ഥലങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളതിനാൽ അവിടെ പോകുന്നതിന് ആരുടെയും സഹായം ആവശ്യമില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. വേണ്ടിടത്ത് പൗരുഷം കാണിക്കാതെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങും കൂടും ഇങ്ങും കൂടും നടുക്ക് തീയും കൊളുത്തും. വിരോധികളുമായി ഇഷ്ടം കൂടി രണ്ടുപേരെയും ചതിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 5-ൽ അറിയാത്തവർ 50-ൽ അറിയുമോ? ചെറുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചില്ല, പിന്നെയാണോ പ്രായമാകുമ്പോൾ പഠിക്കുന്നത്? അടക്കമില്ലാത്തത് അടുപ്പിൽ പോവും. അച്ചടക്കമില്ലാതെ വളരുന്നവർ ആപത്തിൽ ചെന്നു ചേരും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടികൊണ്ട വിദ്യയെ അരങ്ങെത്തുകയുള്ളൂ. ചെറുപ്പത്തിൽ ശരിയായ ശിക്ഷണം ലഭിച്ചവരെ വളർന്നാൽ വിജയിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അരക്കുടം തുളുമ്പും, നിറകുടം തുളുമ്പുകയില്ല. അല്പന്മാർ മേനി നടിക്കുന്നു, മഹത്തുക്കൾ നിശബ്ദരാണ്. അടിക്കാനൊരു കൈ, അണയ്ക്കാനൊരു കൈ. ശരിയായി ശിക്ഷിക്കുന്നവർ രക്ഷിക്കുകയും ചെയ്യും. അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരം ആയാലോ. ബാല്യകാലത്ത് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും, പ്രായമായിട്ട് നിയന്ത്രിക്കാൻ നോക്കിയാൽ സാധിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടി തകർന്ന കപ്പൽ താണുപോകും. അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ഏതു വസ്തുവിൻ്റെയും പ്രവർത്തനം താളം തെറ്റും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തവരെ കെടുത്തരുത്, അകന്നവരെ അടുപ്പിക്കരുത്. നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തരുത്, നിസ്സാര കാര്യത്തിനകന്നവരെ വീണ്ടും അടുപ്പിക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അറിയാത്തവന് അടുക്കള ആറുകാതം. അജ്ഞാനികൾക്ക് നിസ്സാര കാര്യവും ദുഷ്കരമാകും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അറയിലാടും പോലെ അമ്പലത്തിലാടരുത്. വീട്ടിൽ പെരുമാറുന്ന രീതിയിൽ സമൂഹത്തിൽ പെരുമാറരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അലയൊഴിഞ്ഞ കടലിൽ കുളിക്കാനൊക്കുകയില്ല. പ്രശ്നങ്ങൾ തീർന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കുകയില്ല. അരക്കൻ്റെ മുതൽ ഉറുമ്പരിക്കും. പിശുക്കൻ്റെ മുതൽ ആർക്കും ഉപകാരപ്പെടാതെ പോകും എന്നാണ് ഇതിൻ്റെ അർത്ഥം.